സനി ഇന്ന് വിളമ്പുന്ന ഈ ഒരു ഭക്ഷണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഗാന്ധി ഭവനിലാണ് കേട്ടോ. 18 കൊല്ലം മുമ്പ് ഗാന്ധി ഭവനിൽ എത്തിയതാണ് ജാനകിയമ്മ. പോറ്റി വളർത്താൻ വേണ്ടി റോഡ് പണിക്ക് പോയി രാവിലെ ചുമന്ന അമ്മയാണ്. വെറ്റിലുകൾ തലയിൽ ചുമന്ന അമ്മയാണ്. ഇന്ന് ഒരു ദിവസം അമ്മമാർക്കൊപ്പമാണ് ചെലവിടുന്നത്. എൻ്റെ ബാക്കിലായിട്ട് കാണാം നല്ല ചൂട് നെയ്ച്ചോറും ഇറച്ചിയും ഷമീർക്ക് കഴിച്ചുകൊണ്ടിരിക്കുക. നല്ല നെയ്ച്ചോറെന്നൊക്കെ അഭിപ്രായം പറഞ്ഞു. പ്രിയപ്പെട്ട അച്ഛനമ്മമാർക്കൊപ്പം സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, ചേർത്തുപിടിക്കലിൻ്റെ ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഡോക്ടേഴ്സ് ഡേ. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഹരിപ്പാട് ഏരിയ കമ്മിറ്റി ഈ ദിനം ആഘോഷമാക്കിയത് ഗാന്ധി ഭവനിലെ അച്ഛനമ്മമാർക്കൊപ്പമാണ്. ഏറെ പ്രിയപ്പെട്ട ചെറുതന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്നും സനി ഒരു സ്നേഹാദരവ് ഏറ്റുവാങ്ങുകയാണ്. ഹരിപ്പാട് ആയാപറമ്പിൽ പ്രവർത്തിക്കുന്ന ഗാന്ധി ഭവൻ സ്നേഹവീട്ടിലെ അച്ഛനമ്മമാരുടെ എന്താവശ്യത്തിനും ഓടിയെത്തുന്ന പ്രിയപ്പെട്ട ഡോക്ടർ സൽമാൻ, പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആർ രാജേഷ്. ഇന്നീ ഗാന്ധി ഭവൻ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഷമീർ എന്ന നല്ലൊരു മകനെ ഈ അച്ഛനമ്മമാർക്ക് കിട്ടിയതുകൊണ്ടാണ്. ഡോക്ടേഴ്സ് ഡേ ആണ്. ഡോക്ടേഴ്സ് ഡേയോടനുബന്ധിച്ച് നമ്മൾ എല്ലാ വർഷവും വ്യത്യസ്തമായ പരിപാടികളാണ്. അതിനേക്കാൾ വ്യത്യസ്തമായ രീതിയിൽ ആരോരുമില്ലാത്ത ഒരു വയോജന സൗഹൃദ സംഗമം എന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ അച്ഛനമ്മമാർക്ക്, ആരോരുമില്ലാത്ത അച്ഛനമ്മമാർക്ക് ഉച്ചക്കത്തെ ആഹാരം ഞങ്ങൾ അവരോടൊപ്പം ഇരുന്ന് ഉണ്ണുക എന്ന ലക്ഷ്യത്തോടു കൂടി കുറേ ഡോക്ടർമാർ എത്തിയിട്ടുണ്ട്. അവരോടൊപ്പം ഇരുന്ന് ഞങ്ങൾ ഉണ്ണാൻ വേണ്ടിയാണ്. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഹരിപ്പാട് ഇവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ വലിയൊരു പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കാൻ എനിക്കും ഭാഗ്യമുണ്ടായി. റോഡ് പണിക്ക് പോയി രാവിലെ ചുമന്ന അമ്മയാണ്. വെറ്റിലുകൾ തലയിൽ ചുമന്ന അമ്മയാണ്. നമുക്കറിയാം, റോഡ് ടാർ ചെയ്യുമ്പോൾ ചൂട് നമുക്കറിയാം, സഹിക്കാൻ കഴിയില്ല. ആ റോളറിന് വെള്ളം ഒഴിക്കുന്ന പണി ചെയ്ത മക്കളെ ചൂട് കൊണ്ട് വളർത്തിയ ഒരമ്മയാണ്. അമ്മ 80 വയസ്സായപ്പോൾ ജോലിക്ക് പോകാൻ കഴിയാതെയായി. അങ്ങനെ ഒറ്റപ്പെട്ട് വീട്ടിൽ കുറച്ച് ദിവസം ഇരുന്നപ്പോൾ ഇളയ മരുമകൾ ആ വീട്ടിൽ നിന്ന് മാറ്റാൻ തീരുമാനിക്കുന്നു. അമ്മ ഇപ്പം നമുക്ക് ഒരു ഭാരമായി എന്നുള്ള ഒരു സംസാരമുണ്ടായപ്പോൾ അമ്മ വിഷമിച്ചു. അങ്ങനെ ആ മകൻ അമ്മയെ സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റി. അവർ തമ്മിൽ വഴക്കായി. അവസാനം പോലീസിന് മുമ്പിലെത്തി. പോലീസ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ വന്യവയോധികയായ ഞങ്ങളുടെ ജാനകിയമ്മ തൊഴിലൈകളോട് പറഞ്ഞു, എൻ്റെ മക്കളെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കരുത്. എന്നെ നിങ്ങൾ ഏതെങ്കിലും അഭയ കേന്ദ്രത്തിലാക്കാൻ പറഞ്ഞു. അങ്ങനെ 18 കൊല്ലം മുമ്പ് ഗാന്ധി ഭവനിൽ എത്തിയതാണ് ഞങ്ങളുടെ ജാനകിയമ്മ. ഇന്ന് ഞങ്ങളുടെ ഈ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഐശ്വര്യം, ഇപ്പം ഈ പ്രായത്തിന്റെ ചെറിയ കുടുംബമൊക്കെ ഉണ്ടെങ്കിലും ഈ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഐശ്വര്യം പ്രിയപ്പെട്ട ജാനകിയമ്മയാണ്. അമ്മ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് ഞാൻ ആദ്യം വിളിച്ച് പറയുവാകത്ത്, ജാനകിയമ്മ ഇങ്ങനൊരു കാര്യമുണ്ട്, പോയി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന കഴിയുമ്പോൾ അതെല്ലാം ഭംഗിയായി നടക്കും. പുതിയ മന്ത്രിസഭ വന്നതോടുകൂടി വയോജന വകുപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വയോജന വകുപ്പിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകാൻ കഴിയുന്ന ഒരു മേഖല തന്നെ ആയുർവേദത്തിനാണ്. കാരണം അവരുടെ സാമൂഹികവും മാനസികവും ശാരീരികവും പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിന്, അഭിമുഖീകരിക്കുന്നതിന്, അതിനു വേണ്ട ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് തീർച്ചയായും ആയുർവേദ ഡോക്ടർമാർക്ക് വളരെയധികം സംഭാവനകൾ നൽകാൻ കഴിയും. കാരണം ഇപ്പോൾ തന്നെയാണെങ്കിലും നമുക്ക് ആയുർവേദ ആശുപത്രികളിൽ വരുന്ന, അത് പ്രൈവറ്റ് ആവട്ടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ തലത്തിലുമാണെങ്കിൽ ഏറ്റവും കൂടുതൽ 80% ആൾക്കാരും വയോജനങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യവും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നമുക്കിനി മുമ്പോട്ട് പോവേണ്ടത്. ഇപ്പോൾ ഈ പത്തനാപുരത്ത് ഗാന്ധി ഭവൻ്റെ ഒരു ബ്രാഞ്ചായിട്ടുള്ള ഇവിടെ നമ്മൾ വന്നത് തന്നെ ഈ പറയുന്ന അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ കാണാനും അവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് ഭാവിയിലേക്ക് വേണ്ട കാര്യങ്ങൾക്ക് നമുക്ക് കൂടുതലായിട്ട് സംഭാവന നൽകാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്.